ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഫ്രണ്ട്സ്, മിക്കവാറും ഒരു 40 വയസ്സ്, ഒരു 35 വയസ്സൊക്കെ കഴിയുന്നവരുടെ ഒരു സംശയമാണ്, ഞാൻ ഇനി വർക്കൗട്ട് ചെയ്താൽ ശരിയാകുമോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ പോയാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംശയമാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ യാതൊരു വ്യായാമങ്ങളും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇന്നേ വരെ യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലും ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാനത് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം മിക്കവാറും ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാത്ത ആൾക്കാർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇനിയിപ്പം ഇത്രയും പ്രായമായില്ലേ, ഹെൽത്തൊക്കെ ഒന്ന് സംരക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെയാണ് കൂടുതലും വർക്കൗട്ടിലോട്ടും ജിമ്മുകളിലോട്ടും ഒക്കെ കിടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫിസിക്കലിനെ കുറിച്ച്, നിങ്ങളുടെ ഒരു ബോഡി കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ നല്ലോണം ഒന്ന് അറിയുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ പെട്ടെന്ന് ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല പ്രശ്നങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇവൻ പുഷപ്സ് ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് ECG എടുക്കാം, എക്കോ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ കാർഡിയോ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്താം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, BP ഒക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അത് നോർമലാക്കാം. അപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾ വർക്കൗട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 20, 21, 22 ഇല്ല 25 വയസ്സുള്ള ചെറുപ്പക്കാരോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വർക്കൗട്ടിന് പോകുന്നത്. അപ്പം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു മിക്കവാറും ആൾക്കാരിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരു ഈഗോ ഉടലെടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ അവനെ കൊണ്ട് അത് പറ്റുന്നുണ്ടല്ലോ, അപ്പം എന്നെ കൊണ്ടും പറ്റും എന്നൊക്കെയുള്ള ഒരു രീതി, ഒരു ഈഗോ ഉടലെടുക്കുക. ഓക്കെ, അപ്പം ഈ 22 വയസ്സുള്ള അയാൾ ചിലപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യും. ചിലപ്പോൾ അയാൾ 50 പുഷപ്പ് അടിക്കും, 60 അടിക്കും, 80 അടിക്കും, 100 അടിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്നേ വരെ യാതൊരു വർക്കൗട്ടുകളും ചെയ്തിട്ടില്ല. നിങ്ങൾ ആദ്യ സമയങ്ങളാണ് നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ. ഒരിക്കലും നിങ്ങളുടെ മനസ്സിലൊരു ഈഗോ ഉണ്ടാവാതിരിക്കുക. ഓക്കെ, അവൻ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ആദ്യം കളയുക. അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കൗട്ട് ചെയ്യുന്ന ആ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായം നമ്മൾ കണക്ക് കൂട്ടണം, അവൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കണക്ക് കൂട്ടണം, അവൻ്റെ ആംബിയർ, അവൻ്റെ എനർജിയൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുക. നമ്മുടെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ലെവലും ഒക്കെ നമ്മളൊന്ന് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരിക്കലും ഒരു കോമ്പറ്റീഷന് നിങ്ങൾ പോകാതിരിക്കുക, മറ്റൊരാളോട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെ തന്നെ വലിയ ദോഷങ്ങളുണ്ടാക്കും. ഓക്കെ, അതിനൊക്കെ തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ വാമപ്പ് ചെയ്യാതെ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. വാമപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ ദൂഷ്യഫലങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ വാമപ്പ് മസ്റ്റായിട്ടും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രത്യേകിച്ചും വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാമപ്പ് ചെയ്ത് ശരീരത്തെ നല്ല രീതിയിൽ ആ ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ വർക്കൗട്ടിലോട്ട് കിടക്കുക. അതിനൊക്കെ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ട്രെയിനർ ഉള്ള ജിമ്മുകളിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മിക്കവാറും ജിമ്മുകളിലൊക്കെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്
നിങ്ങൾ ഫീസ് നോക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഫീസ് നോക്കിയിട്ട് അവിടെ 500 രൂപ കൊടുത്താൽ മതി, അവിടെ 250 രൂപ കൊടുത്താൽ മതി, അവിടെ 800 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ ഫീസ് നോക്കാതിരിക്കുക. നിങ്ങൾ അത്യാവശ്യം ഫീസ് നിങ്ങൾ കൂടുതൽ കൊടുത്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ തരുന്ന നല്ല ട്രെയിനേഴ്സുള്ള ജിമ്മുകളിൽ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മിക്കവാറും നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് ജിമ്മുകളിൽ വളരെ ചെറു പ്രായക്കാരായ കുട്ടികളാണ് ട്രെയിനേഴ്സായിട്ട് നിൽക്കുന്നത്. അവർക്ക് ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. പക്ഷേ ട്രെയിനിങ് എന്താണ്, അവർ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കില്ല, അവർ പ്രോപ്പറായിട്ട് ബ്രീത്തിങ്ങിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കില്ല, പ്രോപ്പറായിട്ടുള്ള ഫോമുകൾ പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, നമുക്കിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നു. അപ്പം ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈവൻ 35-40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. നല്ല ഒരു ട്രെയിനറുള്ള ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അവർ പറയുന്ന കണക്ക് നിങ്ങൾ വർക്കൗട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഹൈ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. നിങ്ങൾ തുടക്ക സമയങ്ങളിൽ നിങ്ങൾ വാക്കിംഗ് പോലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ അതിനൊക്കെ 10-15 മിനിറ്റ് തുടക്ക ദിവസങ്ങളിൽ 10-15 മിനിറ്റ് നിങ്ങൾ വാമപ്പ് പോലുള്ള വ്യായാമങ്ങൾ, ചെറിയ തോതിലുള്ള ജമ്പിങ് എക്സസൈസുകൾ, ഇതേ കണക്കുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ 1-2 ആഴ്ചയെങ്കിലും ഒന്ന് കണ്ടീഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളിലോട്ട് പോവുക. പുഷപ്സ് ആയാലും സ്ക്വാട്ട് ആയാലും പുള്ളപ്പ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഏത് രീതിയിലുള്ള ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറിയാമല്ലോ, 40 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന സമയമാണ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സമയമാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധാപൂർവ്വം വർക്കൗട്ടുകളെ തിരഞ്ഞെടുത്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ